ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എളമ്പള്ളൂർ അമ്പലത്തിലാണ് കേട്ടോ. 10ാം ഡേ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ ഞാനും അമ്മയും റിച്ചൂട്ടനുമായിട്ടാണ് കേട്ടോ ഇന്ന് അമ്പലത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് അമ്പലത്തിലൊക്കെ തൊഴുത് നമ്മൾ പിന്നെ ഗ്രൗണ്ടിലോട്ട് വന്നു. ഗ്രൗണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും എന്താ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. 10ാം ഡേ വരുമ്പോൾ ലൈറ്റ് സെറ്റിങ്ങാണ് സൂപ്പർ, പറയേണ്ടത് തന്നെയല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഇതാണ്ടെ നമ്മൾ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കണ്ടോട്ട് ഇതാണ്ടെ താലപ്പൊലിയും ചമയവിളക്കും തങ്കിങ്ങി ഘോഷയാത്രയൊക്കെ ഇങ്ങ് വന്നെത്തി. അങ്ങനെ അത് കാണാനായിട്ട് നമ്മൾ ഗ്രൗണ്ടിൽ ഒത്തിരി നേരം നമ്മൾ നിന്നു. അങ്ങനെ മുത്തുക്കുടയും കാര്യങ്ങളും വിളക്കും പിന്നെ വിളക്ക് തലയിൽ വെച്ചുകൊണ്ടിരുന്ന എന്തൊക്കെയോ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ആഗ്രഹിച്ച കാര്യം നിറവേറ്റാനുള്ള ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു ഒത്തിരി നേരം നിന്നു. ചേച്ചിയുടെ മോനും വിളക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. അപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ആളും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കണ്ടു പ്രാർത്ഥിച്ചു. ദേ വരുന്നതാണ് നമ്മുടെ തങ്കിങ്കി ഘോഷയാത്ര. അതായത് ദൈവത്തിൻ്റെ സ്വർണം കൊണ്ടുവരികയാണ് കേട്ടോ. ഇന്ന് ദൈവത്തിൻ്റെ സ്വർണം കൊണ്ടുവരുമ്പോഴാണ് ഇവിടെ അമ്പലത്തിൽ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതൊക്കെ കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു. എല്ലാ കാര്യങ്ങളും നടക്കണേ ഭഗവാനെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ പിന്നെ ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിടമ്പേറ്റിക്കൊണ്ട് 2 ആനകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അവിടെ ഇച്ചിരി സൈഡ് മാറി നിന്നു. ഒന്നാതെ ചൂട് കാലമാണ്, ഒരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് മാറി നിന്നു. പിന്നെ കുറച്ച് നേരം ഞാനും അമ്മയും റിച്ചൂട്ടനുമായിട്ട് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അവ നോക്കിയൊന്നുമില്ല, എന്നാലും കുറച്ച് നേരമൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ പിന്നെ കളിപ്പാട്ടം കണ്ടപ്പോഴത്തേക്കും ഒറ്റോട്ടോടി അമ്മൂമ്മയും പിടിച്ചുകൊണ്ട് ഒറ്റോട്ടം. ഞാൻ പിന്നെ അവിടെ ഒന്നും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ പിന്നെ ഓരോ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ ഓരോന്നും ഇങ്ങനെ നോക്കിയിരിക്കും, എന്തെടുക്കണം ഏതെടുക്കണമെന്ന്. അങ്ങനെ കൊച്ചു കളിപ്പാട്ടം എടുത്തു, അത് പിന്നെ അവിടെ വെച്ചു. പിന്നെ വേറൊരു കളിപ്പാട്ടം എടുത്തു കേട്ടോ, കാണിച്ചു തരാം. അങ്ങനെ പിന്നെ അമ്മ സേമിയ പോയൊക്കെ മേടിച്ചു. എനിക്ക് വേണ്ടായിരുന്നു. പിന്നെ അമ്മ പോയി സേമിയ മേടിച്ചു. അത് കഴിച്ചപ്പോഴത്തേക്കും അച്ഛൻ വന്നു. അങ്ങനെ പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. ഇതാണ് കളിപ്പാട്ടം. അങ്ങനെ പിന്നെ വണ്ടിയിലൊക്കെ കയറി നമ്മൾ വീടെത്തി ഗൈസ്. വീടെത്തിയപ്പോഴത്തേക്കും ആ കളിപ്പാട്ടം അവൻ അന്നേരം പൊട്ടിച്ചു കൊടുക്കണം. അമ്മയെ പൊട്ടിച്ചാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒക്കെയുള്ളായിരുന്നു 1ാം തീയതി ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്ര ഇവിടുന്നേക്കും ബൈ.